രാത്രി 3:20. ഇവിടെ ഒരാൾ കാര്യമായിട്ടുള്ള കുക്കിങ്ങിലാണ്. ഓഫീസിൽ നിന്ന് വന്നിട്ട് സ്വന്തമായിട്ടേ ഉണ്ടാക്കി കഴിക്കുള്ളൂ എന്ന് വാശി. എക്സ്ക്യൂസ് മീ, എന്തോ കാര്യമായിട്ടുള്ള മാഗി റെസിപ്പി ട്രൈ ചെയ്യാൻ പോകുമെന്നാണ് പറയുന്നത്. രാത്രിയല്ല, പകൽ തന്നെ, രാവിലെ. എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്? ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ പീസ്, കുക്കുംബർ ഇടണ്ട, കുക്കുംബർ ഇടുന്നില്ല. പിന്നെ മാഗി മസാല, വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ്? മുട്ട ഇടുന്നുണ്ട്. തക്കാളി ഇടണ്ടോ? തക്കാളി ഇടണ്ട, ടേസ്റ്റ് ഉണ്ടാവും. ഇത്രയും വലിയ ക്യാരറ്റ് ഇത്രയും വലിയ കഷ്ണം എന്തോ വേവെന്നാണ് നമ്മുടെ ഷെഫ് പറയണത്. നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ കഴിക്കാനാണോ? കാണുന്നവർക്ക് ചിലപ്പോൾ തോന്നും പുലർച്ചെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ്. അല്ല, ഇവിടെ ചപ്പാത്തിയും പനീർ കറി ഉണ്ട്, പനീർ ബട്ടർ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സാറിന് ഇന്നത് കഴിക്കാൻ മൂടില്ല. അപ്പോൾ അതും ഞാൻ മാഗി ഉണ്ടാക്കി വയ്ക്കാമെന്ന് പറഞ്ഞാൽ അതും പറ്റില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. എന്തൊക്കെയോ ചെയ്യാൻ നോക്കട്ടെ. പച്ചമുളകൊക്കെ ഇട്ട് അരിയില്ലേ? ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് നമ്മൾ ബേബി പറയാം ഷെഫ് വെളിച്ചെണ്ണ വയ്ക്കും. മതി, 2 മുട്ടയ്ക്കല്ലേ? ബേബി മുട്ട കിട്ടുമോ? വെളിച്ചെണ്ണ നന്നായിട്ട് നമ്മൾ എന്നെ മെതിക്ക് തപ്പിക്കല്ലേ. നമ്മൾ പാത്രത്തിലൊക്കെ തീ ലേശം കുറച്ച് വെച്ചിങ്ങനെ പുക വയ്ക്കാം. അതിലോട്ട് ഇപ്പോൾ ഒഴിച്ചാൽ ചിലപ്പോൾ കരി കിട്ടോ. എല്ലാം അറിയുന്നൊരു ഷെഫിൻ്റെ കൂടെയാണ് നമ്മൾ. അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്. പിന്നെ 2 മുട്ട വളരെ വിദഗ്ധമായി നമ്മുടെ ഷെഫ് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് അത് മതി എന്നാണ് നമ്മുടെ ഷെഫ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കുരുമുളക് പൊടിച്ച് വെച്ച ക്രഷ്ഡ് പെപ്പർ പൗഡർ, ക്രഷ്ഡ് പെപ്പർ, അത് ആവശ്യത്തിനിട്ടു. ഇനി ഇപ്പോൾ ഷെഫിന് ഏത് കയ്യിൽ വേണം എന്ത് വേണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. ഓക്കെ, അത് സെലക്റ്റായി. പതുക്കെ ശബ്ദം ഉണ്ടാക്കും, ബാക്കിയുള്ള കിടന്ന് തുടങ്ങുന്ന സമയം. ഈ മുട്ട നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾ ചെയ്യണം. എന്ത് ചെയ്യണം ബേബി? അതിങ്ങനെ ചുറ്റിച്ചിട്ട് അതിന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മാഗിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന നൂഡിൽസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വെജ് ആട്ട നൂഡിൽസാണ്. എനിക്ക് ഈ സാധനം വലിയ താല്പര്യമില്ല, പിന്നെ ആരോഗ്യത്തിന് നല്ലത് ഇതാണ് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. ഈ സാധനത്തിൽ ഓൾറെഡി അതിൽ കുറച്ചൊക്കെ ക്യാരറ്റ് ഇതൊക്കെ ഉണ്ട്. എനിവേ, നമ്മുടെ മുട്ട ചിക്ക് ആക്കിയിട്ട് നമ്മൾ സെറ്റാക്കിയിട്ട് ഇനി ഇട്ട കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷെഫിന് മതിയായിട്ടില്ലാന്ന് തോന്നുന്നു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് വരുമ്പോൾ ഞാൻ വീണ്ടും ചെയ്തിട്ട് ഓക്കെ. എനിക്ക് വലിയ പിടിയില്ല. വെളിച്ചെണ്ണയിൽ എന്താണ് മൂപ്പര് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എനിക്ക് പറക്കിടാൻ പോകുമായിരിക്കും. നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത് പച്ചമുളക്, സവാള, ക്യാരറ്റ്, ഇത് മറ്റേ ഇതിനെന്ത് ഗ്രീൻ പീസ് എന്ന് പറയാം? ഈ ഉണക്ക ഗ്രീൻ പീസ് അല്ലാണ്ട് പച്ച ഗ്രീൻ പീസാണ്, ഫ്രിഡ്ജിൽ വെക്കുന്ന ഗ്രീൻ പീസ്. ആ ഗ്രീൻ പീസാണിത്. പിന്നെ വളരെ കുനുകുനാണ് അരിഞ്ഞിട്ട് നമ്മൾ പച്ചമുളക് എടുക്കണം. എണ്ണ ചൂടായിട്ടോ ഓൾറെഡി. 2 സെക്കൻഡ് ബേബി നിൽക്കുമ്പോഴത്തേന് എൻ്റെ സ്ലാബൊക്കെ വൃത്തിയായിട്ടുണ്ട്. അതിനെ നോക്കിയിട്ട് കാര്യമില്ല, അവിടെ മുട്ടത്തോടെ അവിടെ കിടക്കുന്നു. ഇതൊരു നല്ല ഷെഫിൻ്റെ ഇതല്ല കേട്ടോ. കാര്യം തന്നെ പോയേനെ. കത്തിയെങ്ങാനും കുത്തി വീണില്ലെങ്കിൽ ഇപ്പോൾ നേരെ പോയായിരുന്നു വശത്രയും. ഓക്കെ, അപ്പോൾ തീ കൂട്ടി വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഇതിപ്പോൾ മിക്കവാറും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. തീ കുറച്ച് വെച്ചിട്ടിടലേ ഭയങ്കരമായിട്ട് അറിയും. അതിലോട്ട് ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർക്കും, പിന്നെ പച്ചമുളക് എല്ലാം കൂടി ഒരുമിച്ചാണ് ചേർക്കണം. പച്ചമുളക് അത് രണ്ടാണ് മെയിനായിട്ട് ആദ്യം ചേർക്കുന്നത്. നന്നായിട്ട് വഴറ്റുക. ഇത് എത്ര പാടണം? മീഡിയം. ഉപ്പിട്ട വേഗം പാടും. നമ്മളിപ്പോൾ പതുക്കെ സംസാരിക്കണം എന്താ വെച്ചാൽ തൊട്ടപ്പുറത്തെ ആളുകളൊക്കെ തുറന്നുറങ്ങായിരിക്കും. അതുകൊണ്ടാണ്. നമുക്കതൊന്നും വിഷയമല്ലായിരിക്കും. ഈ സാധനങ്ങളൊക്കെ വഴറ്റുമ്പോൾ ഇങ്ങനെയല്ല, എങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇതാ അങ്ങനെയാണ് ഇതൊക്കെ വഴറ്റും. മുട്ട ഇതാക്കുമ്പോഴാണ് അങ്ങനെ ക്ലോക്ക് വൈസ് കിട്ടും. അടുത്തത് ഞാനൊരു വീഡിയോ കട്ട് ചെയ്യാൻ അത് പോസ് ചെയ്യണം. അതായും തോന്നുന്നു വാടി. അങ്ങനെയാണോ പറഞ്ഞത്? ഇതിലും ചെറുതാക്കിയാൽ നല്ലതായിരിക്കുന്നതാണ് നമ്മുടെ ഷെഫിൻ്റെ ഒരു അഭിപ്രായം. ക്യാരറ്റ് നമ്മൾ വെറുതെ തിന്നുന്ന സാധനമല്ല, നമ്മൾ പച്ചക്കറി തിന്നണ ഒരു വെജ് ആണ്. ഇതിനടുത്ത് ഒരു വേവണോ? യൂട്യൂബിൽ തൊട്ടോ. അതിലേക്ക് നമ്മൾ
ആ സവാള കരിഞ്ഞുടങ്ങി വന്നിട്ട് മാവിൻ്റെ അതിലേക്ക് നമ്മൾ ഗ്രീൻ പീസും കൂടെ ഇടാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ മാഗി മസാലയും കൂടെ ഇതിലേക്ക് ഇടുകയായിരിക്കും നല്ല. ബേബി എങ്ങനെ പ്ലാൻ ചെയ്യണം? മാഗി ഇടുമ്പോഴാണ് അതിൽ നല്ലത് ഇത് ഇപ്പോൾ നല്ല മണം വരുന്നുണ്ടോ? മാഗി ക്യൂബില്ല, ചാട്ട് മസാല വേണ്ടിട്ട് അതാണ് 1500 അവിടെ ഈ മുകളിൽ അതിൽ ചോപ്പ് അത് കാണിക്കും. അടുപ്പിൽ കാണിക്കും. രണ്ട് സാധനമായിട്ട് പേര് കാണിക്കും. അധികം ഉണ്ടാക്കാം നമുക്ക് പറ്റുന്നുണ്ടോ? അവിടെ മാഗിയുടെ മസാല ഉണ്ടാവില്ല. ശരിക്കും മാഗി ചാട്ട് മസാല അതിട്ടോ വളരെ കുറവുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ പുതിയ റെസിപ്പിയാണല്ലോ ട്രൈ ചെയ്യുന്നത്. ആദ്യം ഞാൻ മാഗി മസാല കിടന്നു വെച്ചു. ഞാൻ എന്തോ കാര്യമൊക്കെ തപ്പുന്നുണ്ട്. ഓ ഇതിന് വലിയ സാക്ഷിയാണ് കേട്ടോ. അത് തീ കുറച്ച് വെച്ചോ കരിയണം. വെള്ളം ഒഴിക്കുമ്പോൾ തെറിക്കും. ഞാൻ ഇത്ര തൊട്ടടുത്തിരിക്കണം. എന്തായാലും അതിൽ മുക്കാലെടുക്കും. എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കണം. മതിയാവില്ല. 2 സ്ലൈസുകളുണ്ട്. ആ ഒക്കെ വെച്ചു. ആട്ടയതുകൊണ്ട് ഇപ്പോൾ വേവ് കൂടുതലായിരിക്കും. വെള്ളം തിളക്കേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. അതല്ല ഞാൻ പറഞ്ഞ അതിലെന്തൊക്കെയോ കണ്ടാ ഈ മാഗിയുടെ ഒരു മസാലയിൽ തന്നെ അവർ ഗ്രീൻ പീസും പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യാരറ്റ് കഷ്ണങ്ങളൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട്. നോർമൽ മാഗിനേക്കാളും കുറച്ചുകൂടെ റിച്ചാണ് ഈ വെജ് ആട്ട നൂഡിൽസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇല്ല അത് മതിയായിരിക്കും. 2 സംഭവം ഈ നൂഡിൽസും ലേശം കൊടുക്കുന്നു. അല്ല ഇത് മതിയാവും. ഈ വലിപ്പമുള്ളൂ ഇടട്ടെ. വേണ്ട പിന്നെ തന്നെ കഞ്ഞി ഒഴിയിട്ട് കൊടുക്കും. പതുക്കെ എങ്ങനെ എടുത്ത് കൊത്തു. സംഭവം നമ്മുടെ മാഗിക്ക് വേണ്ട എന്താ വെള്ളം നല്ല കളർഫുള്ളായിട്ട് എന്തോ ഒരു കറി ഇരിക്കുന്ന പോലെ ഉണ്ട്. ഏതൊരു മസാലക്കറി ഇരിക്കുന്ന പോലെ. അതെന്തായിരുന്നു? ഇങ്ങനെ ഉപ്പ് കറക്റ്റാണ്. ഇനി ഇതിട്ടോട്ടോ. വെള്ളം മുഴുവൻ വറ്റി പോയിട്ട് പിന്നെ ഇതിട്ടിട്ട് കാര്യമില്ല. തിള വന്നാലും പേടിക്കണ്ട. ചെരുപ്പ് താഴെയുള്ളത് ആ കപ്പ് കൈയോടെ താഴ്ത്തിക്കിട്ടേക്ക് നമ്മൾ ഇതാണ് നമ്മുടെ മാഗി ഇടാനുള്ള പെർഫെക്റ്റ് മുഹൂർത്തം. വെള്ളം നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഗി നമ്മളതിലേക്ക് ഇട്ടു. ആക്ച്വലി എനിക്ക് വിശപ്പൊന്നും ഇല്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് എനിക്ക് 2 സ്പൂൺ 3 സ്പൂൺ തരും. തന്നെ എനിക്ക് വിശക്കൊന്നുമില്ല. പക്ഷേ ടേസ്റ്റ് ചെയ്യാൻ നന്നായിട്ടുണ്ട്. ചീസോ ഞാൻ അതുകൊണ്ട് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും മാഗി കാക്കി കൊണ്ടുണ്ട്. സബർ എടുത്തുണ്ട് മാഗി അല്ല ചീസ് വേണം. ഓക്കെ ഈ വെള്ളത്തിലോട്ട് മുട്ട ചേർക്കാം. പ്ലേറ്റ് ഇപ്പോൾ പൊടിച്ചാൽ ഈ തുണി വേണമെങ്കിൽ ചീഞ്ചിട്ട് കാണാനില്ല. വെള്ളം പെട്ടെന്ന് പറ്റിപ്പോയാൽ വേവ് ശരിയായില്ലെങ്കിൽ വെച്ചാൽ കുറച്ച് വേവായോ കുറഞ്ഞോട്ടെ. വെള്ളം ഉണ്ടല്ലേ? വെള്ളം ഒഴിച്ച് ഇനി വെള്ളം ഒഴിച്ചാൽ ശരിയായി. വെള്ളം ഉണ്ട്. അല്ല കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പറ്റുമല്ലോ. ഇത് കാണാൻ നല്ല സൂപ്പറായിട്ട് ഇത് കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കഴിച്ചു നോക്കാം. അങ്ങനെ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഫൈനൽ സ്റ്റേജ് ആയിരിക്കുകയാണ്. അപ്പോൾ ചീസ് ഇവിടെ ഫ്രിഡ്ജിലിരിക്കുന്നത് അതുകൊണ്ടായിരിക്കണം ഷെഫിന് ഇങ്ങനെ ഒരു ബുദ്ധി വന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി അതല്ല ഇതിലേക്ക് ഒരു എസെൻഷ്യൽ സാധനമായിട്ട് ചീസ് എന്തുകൊണ്ടാണ് ഓ ആ അത് ശരി. ഈ സാധാരണ മാഗിയുടെ മസാലനേക്കാളും കുറച്ചും കൂടെ ഇത് സ്പൈസ് കൂടുതലാണ്. അപ്പോൾ ചീസ് ഇട്ട് കഴിഞ്ഞാൽ അത് ബാലൻസ് ആവുന്നതാണ്. അതൊരു നല്ല തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് നമ്മൾ അന്ന് പിന്നെ നമ്മൾ വേറെ ഒന്നും ഇട്ടില്ല, ഒന്നും ചേർത്തില്ല. വെറുതെ അത് നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചിട്ട് കണ്ണൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചീസ് ഇട്ട് കഴിഞ്ഞാൽ റെഡി ആവും തോന്നുന്നു. ചീസ് മാത്രമല്ല ഇന്നിപ്പോൾ വേറെ സാധനങ്ങളുണ്ടല്ലോ. ചീസ് മുങ്ങിപ്പോയി ഗൈസ്. ഇനി തീ കുറച്ച് വെച്ചില്ലെങ്കിൽ കരിയും കേട്ടോ. ഓക്കെ അപ്പം നമ്മുടെ പ്രിപ്പറേഷൻ ആയിരുന്നു. ഇനി നമ്മുടെ ഷെഫിൻ്റെ 2 വാക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആ സമയം വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും
ഉച്ചയ്ക്ക് 4 മണി അല്ല പുലർച്ചെ 4 മണി. പുലർച്ചെ 4 മണി. എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റുണ്ട്, അടിപൊളിയാണ്. ഗ്രീൻ പീസൊക്കെ ചെറിയൊരു എരിവിപ്പോഴും ഉണ്ട്, ചെറിയൊരു അല്ല അത്യാവശ്യം എരിവുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അതർവൈസ് സെറ്റ് സാധനമുണ്ട്. അപ്പോൾ ക്യാരറ്റൊക്കെ അധികം എടുത്ത് വെച്ചത് എരിവാണ്. ഷെഫിൻ്റെ ഒന്നും പറയാം, കൂട്ടുകത്തെ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയോണ്ട് വന്നിരിക്കും. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ട് എല്ലാവരും പറയും മാഗി മാഗി ആരോഗ്യത്തിന് നല്ലതല്ല, ഹെൽത്തി അല്ല എന്നൊക്കെ. പക്ഷേ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ അത്ര ഹെൽത്തി ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ കുറേ വെജീസൊക്കെ കഴിക്കുമല്ലോ. പക്ഷേ നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോ കേട്ടോ.